വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ BJP UDF ധാരണയിൽ മുസ്ലിം ലീഗ് ഇടയുന്നു. ഇന്ന് നടക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. പുൽപ്പള്ളിയിലെ രാഷ്ട്രീയ ധാരണ കോൺഗ്രസ് എടുത്ത തീരുമാനമെന്ന് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് തങ്ങൾ പറഞ്ഞു. UDF സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടോ സമ്മതത്തോടോ കൂടിയല്ല ഇന്നലെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിൻ്റെ കോൺഗ്രസിൻ്റെ മാത്രം തീരുമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വീണ്ടും അതിൻ്റെ തുടർ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ നടക്കുന്നതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പുൽപ്പള്ളി 5-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ മെമ്പർ ലസ്ന മുനീറിനെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് BJP ബന്ധത്തിന്റെ ടെസ്റ്റ് ഡോസാണ് പുൽപ്പള്ളിയിൽ നടന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറയുന്നു. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ BJPയുമായി ചേർന്ന് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് BJPയുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ടെസ്റ്റ് ഡോസായിട്ടാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെയൊരു പരസ്യമായ രൂപത്തിലുള്ള ബാന്ധവം BJPയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. BJPയുമായി ചേർന്ന് അധികാരത്തിന് വേണ്ടി BJPയുമായി ചേരാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ സുർജിത്ത്. SKN പുൽപ്പള്ളിയിൽ ജനവിധി വന്നപ്പോൾ 9 സീറ്റുകൾ LDFന്, 8 സീറ്റുകൾ UDFന്, ഒപ്പം തന്നെ 4 സീറ്റുകൾ BJPക്ക് എന്നുള്ള നിലയിലാണ് കക്ഷിനില ഉള്ളത്. ഇതിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ BJP സഹായത്താൽ UDF പിടിച്ചെടുത്തിരിക്കുന്നത്. 4 വോട്ടുകൾ കൂടി, അതായത് 8-ന് പുറമെ 4 വോട്ടുകൾ കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ഒന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റൊന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും UDF പിടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പ്. ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയിലെ സുചിത്രയാണ് വിജയിച്ചത്. ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ധാരണ ഉണ്ട് എന്ന് വ്യക്തമാവുന്നതാണ് വിവരം. അതായത് കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ രാത്രിയിൽ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കരുണാകരൻ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് നിലപാട് വ്യക്തമാക്കിയത്. അങ്ങനെ BJPയുടെ പിന്തുണയോടുകൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള സിദ്ദിഖ് തങ്ങൾ മുസ്ലിം ലീഗ് ഇനി വരുന്ന ഇന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ CPIMന്റെ ജില്ലാ സെക്രട്ടറി നിശിതമായ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമ്പ് നടന്നതാണ്. നേതൃ ക്യാമ്പുമായി ബന്ധപ്പെട്ട അതിന്റെ തുടരാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള നടപടി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ KPCയുടെ നേതൃത്വം തന്നെ ഈ നിലപാട് വ്യക്തമാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ടെസ്റ്റ് ഡോസ് ആണോ ഇത് എന്നുള്ള ചോദ്യം കൂടി കെ റഫീഖ് ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.